അപ്പം അങ്ങനെ നമ്മൾ ബാദുശ്ശേരി എന്നെടുത്ത ലോട്ടറി അടിച്ചിരിക്കുന്നു. ലോട്ടറി അടിച്ചു. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഓടി വന്നവനാണ് ഇവൻ. ഇവൻ്റെ പേര് ബാദുഷ എന്നാണ്, 28 വയസ്സുണ്ട്. ബാദുഷയ്ക്ക് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും പറ്റില്ല. എൻ്റെ വീഡിയോ മുന്നങ്ങോ കണ്ട ആ ഒരു പരിചയത്തിലാണ് ഓടി എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കുറച്ച് ലോട്ടറി ഉണ്ടായിരുന്നു. ലോട്ടറി വിൽക്കാനാണ് അവൻ നടക്കുന്നത്. അത് കണ്ടപ്പോൾ കുറച്ചുകൂടെ സന്തോഷം തോന്നി. കാരണം ദൈവം കൊടുത്ത കുറവുകളൊന്നും നോക്കാതെ അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ്. അതുമാത്രമല്ല, ലോട്ടറി പൈസയ്ക്ക് പുറമെ ഞാൻ പൈസ കൊടുത്തപ്പോലും അത് അവൻ വാങ്ങിച്ചിട്ട് തിരിച്ചെനിക്ക് തരുകയാണ് ചെയ്തത്. ഇതുപോലുള്ള കുറച്ച് നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ലോകം നിലനിന്ന് പോകുന്നത്. ഞാൻ കൊടുത്ത പൈസയിൽ ലോട്ടറിയുടെ പൈസ എടുത്തിട്ട് ബാക്കി അവ എനിക്ക് തിരിച്ചെനിക്ക് തരുകയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ ഞാനും അവൻ്റെ ഭാഷയിൽ കുറേ സംസാരിച്ചു. എന്ത് ചോദിച്ചാലും അവന് മനസ്സിലാവും. കാരണം അവൻ്റെ പേര് ചോദിച്ചാലും വീട് ചോദിച്ചാലും എല്ലാം അവന് ഒരുപാട് കാർഡുകളുണ്ട്. ആധാർ കാർഡും ID കാർഡും QR കോഡും അങ്ങനെ എല്ലാ കാർഡും എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. നമ്മൾ കണ്ടുപിരിഞ്ഞിട്ട് 3-4 ദിവസമെങ്കിലും എന്നും വൈകിട്ടാകുമ്പോൾ എന്നെ വീഡിയോ കോളും വിളിക്കാറുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും ഒന്ന് ബാഗ് എടുക്കുക അല്ലെങ്കിൽ പേഴ്സ് എടുക്കുക, എന്നിട്ട് നേരെ കാർഡുകളെല്ലാം പറക്കി ഇനി കാണിച്ചു തരും. അവന് ഒരു ആഗ്രഹം മാത്രമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അവന് സൈക്കിൾ വേണമെന്ന്. ഞാൻ ബാദുഷയുടെ ഉമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോൾ ബാദുഷയുടെ ഉമ്മ പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുക്കരുത്, അവനൊരിക്കൽ ആക്സിഡൻറ്റ് ആയതാണെന്ന്. അവൻ പോകാൻ നേരമായപ്പോൾ അവൻ്റെ ഫോണിൽ എൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. സന്തോഷം കൊണ്ടിട്ട് അവസാനം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ കാറിൽ അതുവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ. കാറിൽ ഫ്രണ്ടിലിരുന്ന് കുറച്ച് ദൂരം പോകണമെന്നാണ് അവൻ പറഞ്ഞത്. ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം നിറതിങ്കളായി ഏതോ വീട്ടിൽ കൊണ്ടാക്കാന്ന് എത്ര പറഞ്ഞിട്ട് വേണ്ട, അവന് ബസ്സിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കൂടെയാണ് പോകണമെന്നാണ് പറഞ്ഞത്. ബാദുഷേനെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണണമെങ്കിൽ അവൻ്റെ കയ്യിൽ ലോട്ടറി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങണം. നമുക്കതിലൊന്നും കിട്ടൂല എന്നറിയാം, എന്നാലും അവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതിലൊരു സന്തോഷം. അങ്ങനെ ബാദുഷ ഇറങ്ങി ടാറ്റയെ പറഞ്ഞ് പോവുകയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു പാൽ കേക്കിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ബാദുഷേനെ കാണുന്നത്. വീഡിയോയിൽ കണ്ട് പരിചയമുള്ള ആളായതുകൊണ്ടാണ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഒരുപാട് സംസാരിക്കുന്നതൊക്കെ. ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻ വഴിയേ. അതെ, കോടികളൊന്നും അടിച്ചിട്ടില്ല. 1000 രൂപയ്ക്ക് ബാദുഷയുടെ ലോട്ടറി എടുത്തു, 1000 രൂപ അടിക്കുകയും ചെയ്യും.